വാഹന മോഡിഫിക്കേഷന് അനുമതി നൽകാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്ന് ഹൈക്കോടതി. വാഹനങ്ങളിലെ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കർശന നടപടിക്ക് കോടതിയുടെ നിർദ്ദേശം. ഒന്നിലേറെ നിയമലംഘനങ്ങൾ ഉണ്ടെങ്കിൽ ഓരോന്നിനും 5000 രൂപ വീതം പിഴ ഈടാക്കണമെന്നും കോടതി. പ്രളയ രക്ഷാപ്രവർത്തനത്തിനെത്തിയ വണ്ടിക്ക് ആകെ 5000 രൂപ മാത്രം പിഴ ചുമത്തിയതിൽ കോടതിക്ക് അസന്തുഷ്ടി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വാർത്തയായി എത്തുന്നത്. നേരത്തെ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് മുഖ്യമന്ത്രി നൽകിയ വലിയ വാഗ്ദാനമായിരുന്നു. ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് നൽകിയ വലിയ വാഗ്ദാനമായിരുന്നു യുവാക്കൾക്ക് വാഹന മോഡിഫിക്കേഷന് അനുമതി നൽകുമെന്ന്. അന്ന് തന്നെ അതിനെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉയർന്നതാണ്. അങ്ങനെ അനുവാദം നൽകാൻ സംസ്ഥാന സർക്കാരിന് അനുവാദമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കേന്ദ്ര നിയമമാണ്. സ്വാഭാവികമായും വാഹന മോഡിഫിക്കേഷന് അനുമതി കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് അനുവാദമില്ല എന്ന പ്രധാനപ്പെട്ട പ്രശ്നം അന്ന് ഉയർന്നു വന്നതാണ്. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് പൊതുസമൂഹത്തോട് കളവ് പറയുകയായിരുന്നു വി ഡി സതീശൻ അടക്കമുള്ളവർ. ആ കളവാണ് ഇപ്പോൾ കോടതി ഉത്തരവോടെ പൊളിഞ്ഞു വീഴുന്നത്. നമുക്ക് അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞ വാചകം ഒന്ന് കേൾക്കാം. അപകടകരമല്ലാത്ത രീതിയിൽ വണ്ടിയിൽ നടത്തുന്ന മോഡിഫിക്കേഷൻസ് അതൊരു തെറ്റല്ല. മോഡിഫിക്കേഷൻ നടത്തട്ടെ, ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹങ്ങളല്ലേ, അവരത് ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നതല്ലേ, അത് കൊണ്ടു നടക്കട്ടെ, അതിനെന്താ തെറ്റ്? 2 ബൈറ്റുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ആദ്യത്തെ ബൈറ്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആയതിനു ശേഷം നടത്തിയ വാർത്താ സമ്മേളനം. അതിൽ വി ഡി സതീശൻ പറയുന്നത് പറഞ്ഞതല്ലേ അത് ചെയ്യും എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഒരുപാട് ചർച്ചയായ പൂക്കി എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ വരുന്നത്. അതിനുശേഷം നമ്മൾ കണ്ടത് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് വി ഡി സതീശൻ പറഞ്ഞ വാചകമാണ്, അനുവദിക്കും, അപകടകരമല്ലാത്ത എല്ലാ മോഡിഫിക്കേഷനും അനുവദിക്കുമെന്നാണ് അന്ന് വി ഡി സതീശൻ പറയുന്നത്. പക്ഷേ അത്തരത്തിൽ ഒരു മോഡിഫിക്കേഷനും അനുമതി നൽകാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത് കേന്ദ്ര നിയമമാണ്. സംസ്ഥാനത്തിന് അതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മുഖ്യമന്ത്രി കേരളത്തോട് കളവ് പറയുകയായിരുന്നു എന്നതാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സാലി മുഹമ്മദ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സാലി, അതായത് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാദം കൂടി പൊളിഞ്ഞു വീഴുകയാണ് കോടതി ഉത്തരവിലൂടെ. സംസ്ഥാന സർക്കാരിന് അധികാരമില്ല വാഹന മോഡിഫിക്കേഷന് അനുമതി നൽകാൻ എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് ഏത് കേസ് പരിഗണിച്ചപ്പോഴാണ് ഈ കൃത്യമായ ഈ നിർദ്ദേശം ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്? അതായത് ഈ കഴിഞ്ഞ പ്രളയകാലത്ത് ആറന്മുളയിൽ മറ്റു രക്ഷാപ്രവർത്തനം നടത്തിയ ഒരു ഥാർ വാഹനം അടൂരിൽ വെച്ച് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയിരുന്നു. അതിൽ 6 വലിയ ലൈറ്റുകൾ അടക്കമുള്ള മോഡിഫിക്കേഷൻ നടത്തിയിരുന്നു. ആ വാഹനത്തിന് എതിരെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നിയമ നടപടി സ്വീകരിച്ചു, പിഴ ഈടാക്കി. പക്ഷേ അന്ന് അതിന് ചുമതലയുണ്ടായിരുന്ന ആ ജില്ലയുടെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി ഇടപെടുകയും ഒരു കാരണവശാലും ആ പിഴ ഈടാക്കാൻ പാടില്ല, മാത്രമല്ല പിഴ ഈടാക്കിയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. അത് വിവാദമായപ്പോൾ സസ്പെൻഷൻ പിന്നീട് പിൻവലിച്ചു. പക്ഷെ കോടതിയിൽ കേസ് കിടക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഈ മോട്ടോർ വാഹന MVIമാരുടെ സംഘടനകളുടെ ഒരു ഹർജി ഉണ്ടായിരുന്നു. അത് പിന്നീട് സസ്പെൻഷൻ പിൻവലിച്ചതോടുകൂടി ആ ഹർജി പിൻവലിച്ചു. പക്ഷെ എങ്കിലും കോടതി സ്വമേധയാ ഒരു കേസ് എടുത്തിരുന്നു ഈ വിഷയത്തിൽ. അതിലാണ് കോടതി ഇപ്പോൾ കർശന നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു തരത്തിലുള്ള വാഹന മോഡിഫിക്കേഷൻ അനുവദിക്കാനാവില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പർട്ടിക്കുലർ കേസിൽ ഈ ഥാർ വാഹനത്തിന് 5000 രൂപയാണ് പിഴ ഈടാക്കിയിരുന്നത്. കോടതി അത് പരിശോധിച്ചിട്ട് പറഞ്ഞു, ആ ഥാർ വാഹനത്തിന്റെ ഫോട്ടോകൾ കോടതി പരിശോധിച്ചു. ആ ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ട് കോടതി പറഞ്ഞു, ഇതിൽ 6ലധികം ലൈറ്റുകൾ, ഇതെല്ലാം അനധികൃതമാണ്. ഈ ഓരോ ലൈറ്റിനും 5000 രൂപ വെച്ചാണ് യഥാർത്ഥത്തിൽ പിഴ ഈടാക്കേണ്ടിയിരുന്നത്. അതിൽ ഇപ്പൊ വെറും 5000 രൂപ മാത്രമാണ് പിഴ ഈടാക്കിയത് എന്ന് പറഞ്ഞ് കോടതി കടുത്ത അതൃപ്തി അതിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. മാത്രമല്ല, ഇപ്പോൾ ഈടാക്കിയിരിക്കുന്ന പിഴ കുറഞ്ഞുപോയി എന്നാണ് കോടതി പറയുന്നത്. തീർച്ചയായും ആ പിഴ ഈടാക്കിയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത മന്ത്രിക്കുള്ള തിരിച്ചടി കൂടിയാണിത്. കോടതി പറഞ്ഞു സസ്പെൻഷൻ അത്തരം നടപടികളൊന്നും അംഗീകരിക്കാനാവില്ല. മാത്രമല്ല, ഈ ഈടാക്കിയ പിഴ മതിയായ തുകയല്ല. കേന്ദ്ര മോട്ടോർ വാഹന ആക്ടിൽ എന്താണ് ഓരോ മോഡിഫിക്കേഷനും അല്ലെങ്കിൽ ഓരോ ചട്ടലംഘനത്തിനും ചുമത്താവുന്ന പിഴ എന്ന് വിശദമാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ പർട്ടിക്കുലർ കേസിൽ ഒരു ലൈറ്റിന് ചുമത്താവുന്ന പിഴ 5000 അങ്ങനെ 6 അനധികൃത വലിയ ലൈറ്റുകൾ ഈ വാഹനത്തിലുണ്ട്. അതിന് തന്നെ 5000 രൂപ വെച്ച് 6 തവണ പിഴ ഈടാക്കണം. മറ്റ് മോഡിഫിക്കേഷൻ ഉണ്ട്, മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വാഹനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനും വേറെ പിഴ ഈടാക്കണം.
പക്ഷെ അതൊന്നും ഈടാക്കിയിട്ടില്ല എന്ന കാര്യം ഓർമ്മിപ്പിച്ചു. കോടതി പറഞ്ഞത് ഈ പ്രളയരക്ഷാപ്രവർത്തനം നടത്തി എന്നതൊന്നും ഒരു തരത്തിലും നിയമലംഘനത്തിന് ഉള്ള ഒരു അനുമതിയാവില്ല. അത് കൃത്യമായി നിയമം പാലിച്ചേ പറ്റൂ, അത് ആരാണെങ്കിലും പാലിച്ചേ പറ്റൂ എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. അതാണ് ആ കേസ്. പക്ഷെ കോടതി ജനറൽ ആയിട്ടാണ് ഇൻസ്ട്രക്ഷൻസ് നൽകിയിരിക്കുന്നത്. കോടതി പറഞ്ഞിരിക്കുന്നു ഒരു തരത്തിലുള്ള മോഡിഫിക്കേഷനും അനുവദിക്കാനാവില്ല. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ പറയുന്ന സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല. അത് കേന്ദ്ര നിയമമാണ്. കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്താൻ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് യാതൊരു അധികാരവുമില്ല. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള നിയമലംഘനങ്ങൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നതാണ് സാറി. ആ പോയിന്റിലേക്ക് കോടതി എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഈ കേന്ദ്ര നിയമം എന്ന് പറയുന്നത് അത് ഇന്നോ ഇന്നലെയോ വന്നതല്ല, അത് കാലങ്ങളായി നിൽക്കുന്ന നിയമമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് വാഹന മോഡിഫിക്കേഷൻ നടത്താൻ ഞങ്ങൾ അനുമതി നൽകും എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട്, പ്രത്യേകിച്ചും ജെൻസി കുട്ടികളോട് പറഞ്ഞത്? വലിയ പിന്തുണ അതിന് ലഭിച്ചിരുന്നല്ലോ. അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി കളവ് പറയുകയായിരുന്നു അന്ന്. അതായത് അന്ന് നിയമം അറിയാവുന്ന എല്ലാ മനുഷ്യരും ചൂണ്ടിക്കാട്ടിയൊരു കാര്യമുണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്ന് പറയുന്നത് കേന്ദ്ര നിയമമാണ്. ആ കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് മോഡിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിലെ രൂപമാറ്റം വരുന്നത്. ആ രൂപമാറ്റം ഏതൊക്കെ അനുവദനീയമാണെന്ന് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു മോഡിഫിക്കേഷൻ നൽകാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പൊ മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് കാലത്ത് ജൻസികളെ ആകർഷിക്കുന്നതിന്, യുവ വോട്ടർമാരെ ആകർഷിക്കുന്നതിനുമായി ഒരു പ്രഖ്യാപനം ഒന്ന് നടത്തി എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആ ചോദ്യം ഇരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പൂക്കിച്ചിരിയൊക്കെ സംഭവം നമുക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അദ്ദേഹം ആ നിലപാട് ആവർത്തിച്ചു തന്നെ പറഞ്ഞതാണെങ്കിൽ ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ മുഖ്യമന്ത്രി ആയതിനു ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ. പക്ഷെ ഒരു അഭിഭാഷകൻ കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശന് കേന്ദ്ര മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ ഭേദഗതി വരുത്താനോ ഇളവ് നൽകാനോ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ല എന്ന വിവരം അറിയില്ലായിരുന്നോ എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. അതറിയാമായിരുന്നു, പക്ഷെ വോട്ട് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാവാനാണ് സാധ്യത എന്ന വിമർശനം സ്വാഭാവികമായിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ്, അദ്ദേഹം ഇത് അറിഞ്ഞേ പറ്റൂ. പക്ഷേ ഇപ്പോ കോടതിയുടെ മുമ്പിൽ ആ കേസ് വന്നപ്പോ ഈ എല്ലാ തരം ദുരൂഹതകൾക്കും വിമർശനങ്ങൾക്കും എല്ലാം അവസാനം ഇട്ടിരിക്കുകയാണ് കോടതി. ഈ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഭേദഗതി വരുത്താൻ കേന്ദ്ര സർക്കാരിനല്ലാതെ സംസ്ഥാന സർക്കാരുകൾക്ക് ഒരധികാരവുമില്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതിയിൽ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഈ യൂട്യൂബ് ബ്ലോഗർമാര് അനാവശ്യ അനധികൃത ലൈറ്റുകൾ, മാറ്റം വരുത്തിയ എക്സോസ്റ്റ് സിസ്റ്റങ്ങൾ, വീതി കൂടിയ വൈഡ് ടയറുകൾ, അങ്ങനെ കുറെ മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്നത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് കോടതി പറയുന്നുണ്ട് ഈ ഉത്തരവിൽ. അതായത് അതൊന്നും കേന്ദ്ര മോട്ടോർ വളരെ വ്യക്തമാണ്. അതായത് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ വാക്കുകൾ കേട്ട് വാഹനങ്ങളിൽ മോഡിഫിക്കേഷൻ നടത്തി ആരെങ്കിലും റോട്ടിൽ ഇറങ്ങിയാൽ പിഴ മേടിച്ചും എടുക്കും അല്ലെ? തീർച്ചയായും അങ്ങനെ പിഴ മേടിച്ച് ഒരുപാട് ആളുകൾ ഈ നമുക്കറിയാവുന്നതുകൊണ്ട് അത് പിന്നീട് വാർത്തയാവുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ വാക്ക് കേട്ട് ഇരുചക്ര വാഹനങ്ങളിൽ മോഡിഫിക്കേഷൻ വരുത്തി 2000, 5000 പിഴ വാങ്ങിയ ആളുകളെ അറിയാം. ഒരു INTUC നേതാവിന് തന്നെ, ഒരു ടാക്സി ഡ്രൈവർമാരുടെ ഒരു സംഘടനാ നേതാവിന് അത്തരത്തിലൊരു 5000 രൂപ പിഴ ഇട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായിരുന്നു. അദ്ദേഹം അതിനെ തുടർന്ന് മുഖ്യമന്ത്രി വിമർശിച്ച് രംഗത്തെത്തുകയും ചെയ്തു. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ട് വാഹന മോഡിഫിക്കേഷൻ വരുത്തിയ എല്ലാവർക്കും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പണി കിട്ടിയിട്ടുണ്ട്, മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചിട്ടുണ്ട്, പിഴ ഈടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അത് തന്നെയാണ് കോടതിയും പറയുന്നത്, പിഴ ഈടാക്കിയേ പറ്റൂ. പിന്നെ ഈ വിഷയത്തിൽ, ഈ കേസ് കോടതിയിൽ വന്ന വിഷയത്തിൽ തന്നെ വേറൊരു വലിയ തെറ്റ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. നിയമം നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് സർക്കാർ നീങ്ങി. അത് ആ ജില്ലയുടെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. വലിയ വിമർശനം അതിനെതിരെയായിരുന്നു. നിയമം നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് അതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം. ആ കേസ് കോടതിയിൽ എത്തിയപ്പോൾ തന്നെ സർക്കാരിന് മനസ്സിലായി ഇത് പ്രശ്നമാകുമെന്ന് മനസ്സിലായതോടെ ഒരു സസ്പെൻഷൻ പിൻവലിച്ചിരുന്നു. പക്ഷേ ആ കേസ് കോടതിയിൽ ഉണ്ടായിരുന്നു. കോടതി അതിനെതിരെ ഹർജി നൽകിയിരുന്ന ഒരു സംഘടന, ആ സംഘടന ഹർജി പിൻവലിച്ചു. പക്ഷേ കോടതി അതിൽ സ്വമേധയാ ഒരു സുവമോട്ടർ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അതിലാണ് ഇപ്പോൾ ഇങ്ങനെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇതിനകത്ത് നിയമപരമായ മാനങ്ങളുണ്ട്. കോടതിയുടെ ഈ കഴിഞ്ഞ ദിവസത്തെ ഉത്തരവിന്
രാഷ്ട്രീയ മാനങ്ങളുണ്ട്. നിയമപരമായ മാനം എന്ന് പറയുന്നത് കേന്ദ്ര ആക്ടിൽ ഭേദഗതി വരുന്ന സംസ്ഥാനത്തിന് പറ്റില്ല. അത് മോട്ടോർ വാഹനങ്ങളുടെ മോഡിഫിക്കേഷനിലെ രൂപമാറ്റത്തിൽ ഒരു തരത്തിലുള്ള ഇളവും സംസ്ഥാന സർക്കാരിന് വരുത്താൻ കഴിയില്ല എന്ന് അസന്നിഗ്ധമായി കോടതി പറയുന്നു. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം രാഷ്ട്രീയമായുള്ള പ്രശ്നം. ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ ഇങ്ങനെ പ്രഖ്യാപനം നടത്തുന്നു. മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹം അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതിലൊരു നിയമപ്രശ്നമുണ്ട്. ആ നിയമവും രാഷ്ട്രീയവുമായ പ്രശ്നമാണ് കോടതി അഡ്രസ് ചെയ്യുന്നത്. അതിൽ രാഷ്ട്രീയപരമായ ഒരു ധാർമ്മികതയുടെ വിഷയം എടുക്കുകയാണെങ്കിൽ അതിലൊരു വഞ്ചനയുടെ പ്രശ്നം കൂടിയില്ല. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും അത് മറച്ചു വെച്ചുകൊണ്ട് വോട്ട് കിട്ടാൻ വേണ്ടി ജൻസി കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുക, പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ധാർമ്മികതയുടെ വിഷയം കൂടി വരുന്നില്ലേ? യഥാർത്ഥത്തിൽ ആ പ്രഖ്യാപനത്തിന്റെ ഗുണം കൊയ്തയാളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശനും യു.ഡി.എഫും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ജൻസികളിൽ നിന്ന് ആ ഒറ്റ പ്രഖ്യാപനത്തിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ നിരന്തരം നിരീക്ഷിച്ചാൽ മനസ്സിലാവും അക്കാലത്ത് ഉണ്ടായ പ്രതികരണങ്ങളെല്ലാം പിന്നീട് മുഖ്യമന്ത്രിയായ വി.ഡി. സതീശന് അനുകൂലമായിട്ടായിരുന്നു. അത് ഒറ്റ പ്രഖ്യാപനമാണ് ഈ ജൻസി കുട്ടികളെ, ഈ പുതുതലമുറ കുട്ടികളെ ആകർഷിച്ചത് എന്നുള്ളത് അവിതർക്കിതമായ വസ്തുതയാണ്. അതിന്റെ നേട്ടം, അതിന്റെ ഗുണം അവർ കൊയ്യുകയും ചെയ്തു. പക്ഷേ അത് അദ്ദേഹത്തിന് ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറയാം, അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത ഒരു അഭിഭാഷകൻ കൂടിയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ആയതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു അഭിഭാഷകനാണ്. അദ്ദേഹത്തിന് ഈ കേന്ദ്ര മോട്ടോർ വാഹന നിയമം എന്താണെന്ന് അറിയില്ലേ? അല്ലെങ്കിൽ കേന്ദ്ര നിയമങ്ങൾ എന്താണ്, സംസ്ഥാനത്തിന് ഭേദഗതി വരുത്താൻ കഴിയുന്ന നിയമങ്ങൾ എന്താണ് എന്നൊക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളിൽ വരുന്നതാണ് മോട്ടോർ വാഹന ആക്ട് എന്ന കാര്യം അദ്ദേഹത്തിന് അറിയാം. അപ്പൊ കേന്ദ്ര നിയമം, കേന്ദ്രത്തിന് മാത്രം ഭേദഗതി വരുത്താൻ കഴിയുന്ന നിയമമാണത്. സംസ്ഥാനങ്ങൾക്ക് ഒരു അധികാരമില്ലാത്ത നിയമം. അത് മുഖ്യമന്ത്രിയായിരുന്ന പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുന്ന വി.ഡി. സതീശൻ അഭിഭാഷകൻ കൂടി അദ്ദേഹത്തിന് അറിയില്ലാത്ത കാര്യമല്ല. അറിഞ്ഞിട്ട് അദ്ദേഹം ജൻസി കുട്ടികളെ അല്ലെങ്കിൽ പുതുതലമുറ കുട്ടികളെ, യുവാക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടി, ചുരുക്കത്തിൽ പറഞ്ഞാൽ അവരുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടി മുന്നോട്ട് വെച്ച ഒരു വാഗ്ദാനമാണത്. ആ വാഗ്ദാനം ഇനി നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് അന്നും അദ്ദേഹത്തിന് അറിയാം, ഇന്നും അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കോടതി തീർത്തു കൊടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും പറ്റില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. ശരി, സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ വാക്കും കേട്ട് ജൻസികൾ ആരെങ്കിലും വാഹനമൊക്കെ മോഡിഫൈ ചെയ്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോളൂ. പുറത്തിറങ്ങിയാൽ ഓരോ മോഡിഫിക്കേഷനും എണ്ണി പിഴ ഈടാക്കുമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഒരു മോഡിഫിക്കേഷന് 5000 രൂപ വെച്ച്, ഓരോ നിയമലംഘനത്തിനും 5000 രൂപ വെച്ച് പിഴ ഈടാക്കാനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിന്റെ പൊതുസമൂഹത്തെ ജൻസി കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു മുഖ്യമന്ത്രി എന്നതിൽ ഒരു സംശയവും വേണ്ട. വാഹനങ്ങളിൽ മോഡിഫിക്കേഷൻ നടത്താൻ അനുവാദം കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല എന്നത് അന്നേ എല്ലാവരും ചൂണ്ടിക്കാട്ടിയതാണ്. അത് കേന്ദ്ര നിയമമാണ്. സംസ്ഥാനത്തിന് അധികാരമില്ല അതിനെ മറികടക്കാൻ. പിന്നെ എന്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് വി.ഡി. സതീശൻ ഞങ്ങൾ അനുവാദം കൊടുക്കും എന്ന് പറഞ്ഞത്? സംഭവം വളരെ വ്യക്തമാണ്. വോട്ട് കിട്ടാൻ വേണ്ടി ആളുകളെ പറ്റിക്കുകയായിരുന്നു. ഇതാ കോടതിയുടെ ഉത്തരവോടുകൂടി അതൊരിക്കൽ കൂടി വ്യക്തമാകുന്നു. ഒരിക്കൽ കൂടി പറയാം, ആരെങ്കിലും മോഡിഫൈ ചെയ്ത വണ്ടികളുമായി വഴിയിലിറങ്ങിയാൽ പണി മേടിച്ചു കൂട്ടും എന്നതിൽ ഒരു സംശയവും വേണ്ട. കോടതി ഉത്തരവ് വന്നിരിക്കുകയാണ്. എത്ര നിയമലംഘനമുണ്ടോ ആ ഓരോ നിയമലംഘനത്തിനും 5000 രൂപ വച്ച് ഈടാക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്.